കർണാടക ബെല്ലാരിയിലെ സർക്കാർ ആശുപത്രിയിൽ അമ്മമാരുടെ കൂട്ടമരണം. പ്രസവ വാർഡിൽ 3 ദിവസത്തിനിടെ മരിച്ചത് 5 അമ്മമാർ. 3 ദിവസത്തിനിടെ 34 സ്ത്രീകൾ പ്രസവിച്ചതിൽ 7 പേർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. IV ഫ്ലൂയിഡ് നൽകിയ ശേഷമാണ് ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അരുൺ പൂപ്പറമ്പ ചേരുന്നു ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പക്ഷേ ഇത് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. കർണാടകയിൽ ആരോഗ്യ വകുപ്പിന്റെ ഗുരുതര വീഴ്ച എന്ന രീതിയിലാണ് ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ദിവസത്തിനിടെ 5 അമ്മമാരുടെ മരണമാണ് സംഭവിച്ചത്. കഴിഞ്ഞ മാസം ഈ ആശുപത്രിയിൽ, ബെല്ലാരിയിലെ സർക്കാർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത, അതായത് പ്രസവത്തിനായി അഡ്മിറ്റ് ചെയ്തിട്ടുള്ള 34 പേരിൽ 7 പേർക്കാണ് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിലും ആദ്യഘട്ടത്തിൽ ഇത് ആരോഗ്യവകുപ്പോ സർക്കാരോ ഇത് പുറത്തുവിട്ടിരുന്നില്ല. ഇത് രഹസ്യമായി വെച്ചു. പിന്നീട് ഓരോ അമ്മമാരുടേതായി മരണം ഈ 3 ദിവസത്തിനിടെ സംഭവിച്ചു. അതോടെയാണ് ഈ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നത്. അതിനുശേഷം കർണാടക ആരോഗ്യ വകുപ്പ് ഇതിൽ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഇതെന്താണ് ഇതിൻ്റെ കാരണമെന്നറിയാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ആ ആരോഗ്യ വകുപ്പിൻ്റെ പ്രത്യേക സംഘം തന്നെ കണ്ടെത്തിയതാണ് ഗുണനിലവാരമില്ലാത്ത മരുന്ന്, ഈ പ്രസവ ചികിത്സക്കായി നൽകിയിട്ടുള്ള മരുന്ന് നിലവാരമില്ലാത്തതാണ്. അതാണ് ഇത്തരം ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴി എത്തിച്ചത് എന്ന കാര്യം ആരോഗ്യ വകുപ്പ് തന്നെ കണ്ടെത്തി. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, IV ഫ്ലൂയിഡ് നൽകിയതിനു ശേഷമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. റിങ്ങേഴ്സ് ലാക്ട്രേറ്റ് എന്ന IV ഫ്ലൂയിഡാണ് ഇവർക്ക് നൽകിയത്. അതാണ് ഇത്ര വലിയൊരു പ്രശ്നത്തിലേക്ക്, അതിന് നിലവാരമില്ലാത്തതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിൽ ചില നടപടികളിലേക്ക് സർക്കാർ പോകുന്നുവെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബംഗാൾ ആസ്ഥാനമായിട്ടുള്ള പശ്ചിമബംഗ എന്ന മരുന്ന് കമ്പനിയാണ് ഇത്തരം ഒരു മരുന്ന് ഇവിടെ വിതരണം ചെയ്തത്. അതായത് ഈ പ്രസവ ചികിത്സയിൽ നൽകുന്ന, അതായത് BP ഒക്കെ കുറയുന്ന ഈ സ്ത്രീകൾക്ക് നൽകുന്ന മരുന്നാണ്. അതിലാണ് ഇത്തരം നിലവാരമില്ലാത്ത മരുന്ന് നൽകി എന്ന കാര്യം കണ്ടെത്തിയിട്ടുള്ളത്. ഇത് പ്രതിപക്ഷം വലിയ ആയുധമായി ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നു. ആരോഗ്യ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJPയും JDS ഉൾപ്പെടെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും സർക്കാർ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ച എന്ന രീതിയിലാണ് പ്രതിപക്ഷം ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, കർണാടകയിൽ അതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി ഇപ്പോൾ മാറുന്നു എന്നാണ് അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.